അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത് അരിപ്പൊടി വെച്ചിട്ടുള്ള ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ, അതായത് പത്തിരിപ്പൊടി വയ്ക്കില്ല, പത്തിരി ഇടിയപ്പത്തിൻ്റെ ഒക്കെ ഉണ്ടാക്കണ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ വെള്ളയപ്പം ഉണ്ടാക്കുന്നത്. ഞാനിതിൽ അതേപോലെ തന്നെ തേങ്ങ ചേർക്കണില്ല, പിന്നെ അതേപോലെ കപ്പി കാച്ചണില്ല. ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നമ്മൾക്ക് ഈ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കണത് 2 കപ്പ് അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടി 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കണത് 1 കപ്പ് ചോറാണ്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി ആണെങ്കിൽ 1/2 കപ്പ് ചോറ് മതി, അതിൻ്റെ പകുതി ചോറ് മതി കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം, ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ. പിന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ ഈ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഉപ്പും ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് ഇട്ട് അരച്ചെടുക്കുക. ഇനി തേങ്ങ ചേർത്തും നമുക്ക് ഇതുണ്ടാക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിന് പകരം തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 2.5 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇത് 2 ബാച്ചായിട്ടാണ് അരച്ചെടുത്തത്. ഇപ്പം മാവ് ഇളക്കി നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ തിക്നെസ് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അരച്ച് മാവിൻ്റെ തിക്നെസ് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം മാവ് എപ്പോഴും ഉണ്ടാവേണ്ടത്. ഇനി നമുക്കിത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഒരു ഹാഫ് ആൻ അവർ വെക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യണത്, പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നല്ല ചൂടുവെള്ളം, തിളച്ച വെള്ളമല്ല, നല്ല അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക്, ഈ പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെക്കാം. എന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ചൂട് കൊണ്ട് പെട്ടെന്ന് മാവ് നല്ല ഫെർമെൻറ്റേഷൻ പെട്ടെന്ന് ഫാസ്റ്റായി കിട്ടും. ഇപ്പം മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 25 മിനിറ്റിന് ഇത് മാവ് ഇങ്ങനെ പൊന്തി വരാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ. അപ്പം നല്ല ഫ്ലഫി ആയിട്ട് നന്നായിട്ട് പൊന്തി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. മാവ് എപ്പോഴും മിക്സ് ചെയ്യണ സമയത്ത് വളരെ സ്ലോവിൽ വേണം. അതെല്ലാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊന്തി വന്നേക്കണ ബബിളൊക്കെ താഴ്ന്നു പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സ്ലോവിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ചുട്ടെടുക്കുക. ഇപ്പോൾ അരികൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നടുവിലാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ച് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമല്ല, ഒരു അരമണിക്കൂറിനുള്ളിലൊക്കെ വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമല്ല. അതും കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ആകെ ഒരു ചോറും അരിപ്പൊടിയും പിന്നെ ഈസ്റ്റും, ഇത്രയേ ഉള്ളൂ, പിന്നെ പഞ്ചസാര, അത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള എപ്പോഴുള്ള ചേരുവകൾ മാത്രം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.